കളമശ്ശേരിയിൽ സ്വർണ്ണക്കടയിൽ കയറി പെപ്പർ സ്പ്രേ അടിച്ച ശേഷം മാല മോഷ്ടിച്ച പ്രതികൾ പിടിയിൽ. സഹോദരങ്ങളായ തോമസ്, മാത്യു എന്നിവരാണ് പിടിയിലായത്. ജ്വല്ലറിയിൽ സൂക്ഷിച്ചിരുന്ന മാല പ്രതികൾ കവർന്നെങ്കിലും ഇവ മോഡലിനായി വെച്ച 8000 രൂപയുടെ മാലകളായിരുന്നു. ഇടപ്പള്ളി ടോളിലുള്ള സാറ ഗോൾഡ് ജ്വല്ലറിയിൽ കഴിഞ്ഞ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 12:30യോടെയാണ് കവർച്ച നടന്നത്. കടയുടമ സന്തോഷിന്റെ ഭാര്യ ബിന്ദു മാത്രമാണ് ജ്വല്ലറിയിലുണ്ടായിരുന്നത്. ജ്വല്ലറിയിൽ കയറിയതിന് പിന്നാലെ പ്രതികളിൽ ഒരാൾ ബിന്ദുവിന് നേരെ പെപ്പർ സ്പ്രേ അടിക്കുകയായിരുന്നു. പിന്നാലെ മാലയെടുത്ത് പ്രതികൾ കടന്നു കളഞ്ഞു. യുവതി ബഹളം വെച്ചെങ്കിലും പ്രതികൾ അപ്പോഴേക്കും രക്ഷപ്പെട്ടിരുന്നു. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ആവശ്യാനുസരണം ആഭരണങ്ങൾ നിർമ്മിച്ചു നൽകുന്ന ജ്വല്ലറി ആയതിനാൽ റോൾഡ് ഗോൾഡ് മാതൃകകളാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഇങ്ങനെ മോഡലിന് വെച്ചിരുന്ന റോൾഡ് ഗോൾഡ് ആഭരണങ്ങളാണ് പ്രതികൾ കൊണ്ടുപോയത്. പുത്തൻകുരിശ് ഭാഗത്തു നിന്ന് ഒരു ഇരുചക്ര വാഹനം മോഷ്ടിച്ചാണ് ഇവർ ജ്വല്ലറിയിലെത്തിയത്. മാലയുമെടുത്ത് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ ഇവരുടെ ബൈക്ക് മറ്റൊരു സ്കൂട്ടറുമായി കൂട്ടിയിടിച്ചു. ഇതിന്റെ പേരിൽ തർക്കം നടക്കുന്നതിനിടെയാണ് ബിന്ദു ഓടിയെത്തിയത്. ഇതോടെ ഇവരെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു. അവരൊരു കുഴപ്പമില്ല, രണ്ട് പാറയ്ക്ക് കൊടുത്തിട്ടുണ്ട് വരെ. മലപ്പുറം സ്വദേശികളാണ് പ്രതികൾ. തോമസും മാത്യുവും സ്ഥിരമായി ഇടപ്പള്ളി, കളമശ്ശേരി ഭാഗങ്ങളിൽ മോഷണം നടത്താറുണ്ടെന്നാണ് വിവരം. ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ന്യൂസ് മലയാളം, കൊച്ചി.